പറഞ്ഞതുപോലെ രണ്ടാമത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് ഗോൾഡ് സൂക്ക്. ഗോൾഡ് സൂക്കിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വ്ളോഗ്. ദുബായിലെ സ്വർണം തേടിയാണ് നമ്മുടെ യാത്ര. ഇതാണ് ദുബായിലെ സ്വർണ്ണ നഗരം എന്നറിയപ്പെടുന്ന ഗോൾഡ് സൂക്ക്. ദുബായിലെ ഏകദേശം ഒരു 70% സ്വർണവും ഇവിടെയാണ്. സ്വർണ്ണ കടകൾ നിറഞ്ഞ ഒരു മായാലോകമാണിത്. ഇതിപ്പോൾ ഗോൾഡ് സൂക്കിൻ്റെ കവാടം എത്തിയിട്ടില്ല. പക്ഷേ എന്നാൽ തന്നെ അതെത്തുന്നതിന് മുമ്പ് തന്നെ എല്ലായിടവും സ്വർണവും രത്നവും അങ്ങനെയുള്ള ആഡംബര വസ്തുക്കൾ മാത്രം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പോലെയല്ല ഇവിടെ. ചെറിയ ചെറിയ സ്വർണ്ണക്കടകളിൽ പോലും ഒരുപാട് സ്വർണങ്ങൾ വിൽക്കാൻ കാണാം. പല സ്വർണങ്ങൾ കണ്ടാലും ഇതൊക്കെ വാങ്ങാൻ ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് തോന്നും. ഈ നെക്ലസൊക്കെ ഒന്നിട്ടാൽ മതി, ഒരുപാടൊന്നും വേണ്ട. ദുബായ് കാണാൻ നിങ്ങൾ എന്നെങ്കിലും വരികയാണെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം ഇത് സ്വർണത്തിൻ്റെ ഒരു മായാലോകമാണ്. സ്വർണം മാത്രമല്ല, വജ്രം, വൈഡൂര്യം, മരതകം, പവിഴമുത്ത്, അങ്ങനെ എല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു ടൂറിസത്തിന് പറ്റിയ കാലാവസ്ഥയല്ല. കാരണം ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി 2 മാസം കൂടെ ചൂടായിരിക്കും. എന്നാൽ തന്നെയും ഇവിടെ വൈകുന്നേരമാകുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാം, ടൂറിസ്റ്റുകളായി. റോളക്സിൻ്റെ വാച്ച് തന്നെ റോഡ് സൈഡിലാണ് വിൽക്കുന്നത്. റോൾസ് വാച്ചിൻ്റെ വില അറിയാമല്ലോ. നമ്മുടെ ഇന്ത്യയുടെ വില വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് 5 ലക്ഷം രൂപ തൊട്ട് കാണും. ഇവിടെ ആകുമ്പോൾ ടാക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ അത്രയും പൈസ ഇവിടെ വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ദുബായ് കാണാൻ വരുന്ന കയ്യിൽ കാശുള്ളവർ പലരും വാങ്ങാറുണ്ട്. ഇത് മുതലാണ് വിമൻസ് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ചുറ്റാകമുള്ള എല്ലാ കടകൾ, ഏകദേശം 80% കടകളും സ്വർണ്ണക്കടകളാണ്. സ്വർണത്തിൻ്റെ കിരീടം, സ്വർണ്ണ വസ്ത്രങ്ങൾ, എന്ത് വേണ്ട, സ്വർണത്തിന് ഷൂ, അങ്ങനെ ചെരുപ്പ്, അങ്ങനെ പലതും ഇവിടെ കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ആരും മേടിച്ചുകൊണ്ട് പോയില്ല എന്നൊക്കെ. പക്ഷേ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ 80% പേരും സ്വർണം വാങ്ങിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. കാരണം ഇവിടെ ടാക്സ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്വർണത്തിന് പണിക്കൂലി, പണിക്കുറവ്, GST, അതിനിടെ വേറെ ടാക്സ് എല്ലാം കൂടെയാണ് വാങ്ങുന്നത്. ഇവിടെ സ്വർണത്തിന് 5% വാറ്റ് എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ടൂറിസ്റ്റ് ആണെങ്കിൽ ആ വാറ്റ് തിരിച്ച് നിങ്ങൾ എയർപോർട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വർണ്ണ കച്ചവടം ഭയങ്കര ലാഭകരമായ ഒന്നാണ്.
നിങ്ങൾ സ്വർണം വാങ്ങിയില്ലെങ്കിലും നിങ്ങൾ ദുബായ് വരികയാണെങ്കിൽ ഇവിടെ വരണം. കാരണം നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർക്ക്. ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഇന്ത്യക്കാരെ കൂടെയാണ്. കാരണം സ്വർണം ഏറ്റവും വാങ്ങുന്നത് ഇന്ത്യക്കാരാണ്. ഇതേപോലുള്ള സ്വർണത്തിൻ്റെ കൂളിംഗ് ഗ്ലാസ് എന്ന് വേണ്ട സകലമായ ഐറ്റംസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രാജ്യക്കാർ നമ്മൾ ഇന്ത്യക്കാരാണ്. അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്നത് നമ്മളാണ് എന്നാണ്. സത്യത്തിൽ ശരിയും കൂടിയാണ്. കാരണം ഈ തമിഴ്നാട്ടിലുള്ളവർക്ക് സ്വർണം ഒരുപാട് വാങ്ങുന്നവരാണ്. നമ്മൾ കേരളക്കാർ ഒട്ടും മോശമല്ല, എങ്കിലും നമ്മളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്നത് തമിഴ്നാട്ടുകാരാണെന്നാണ് എൻ്റെ അറിവ്. ഇതൊക്കെ മുത്ത് വെച്ചുള്ള മാലകളാണ്. ഇതിൻ്റെ വിലയൊന്നും ഞാൻ ചോദിച്ചില്ല, പക്ഷേ എല്ലാം കോസ്റ്റ്ലിയാണ്. മോതിരങ്ങൾ, വജ്ര മോതിരങ്ങൾ, വൈഡൂര്യ മോതിരങ്ങൾ, മരതക മോതിരങ്ങൾ. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ നിൽക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇത് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ 10-20 മാല ഇതിടണ്ട, ഒന്ന് മത്തട്ടാസി ഫുൾ കവറാവും. ഞാൻ ഇവിടെയാണ് ഈ സ്വർണത്തിൻ്റെയൊക്കെ തുണികൾ കാണുന്നത്. അത് നിങ്ങൾ കാണിച്ചു തരാം. സ്വർണ്ണ നൂലിനാൽ നെയ്തെടുത്ത പട്ട്, സ്വർണ്ണപ്പട്ട്. ഇതൊക്കെ ലക്ഷറീസ് വാച്ചുകളാണ്. ഡയമണ്ട് കൊണ്ട് പൊതിഞ്ഞ വാച്ചുകൾ. വിലയും അതുപോലെ കാണും. വാച്ച് ഏത് കമ്പനിയുടെ ആണെന്ന് ഞാൻ നോക്കാൻ മറന്നുപോയി. എനിക്ക് ഈ വാച്ചുകളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ആ കാണുന്നതാണ് ഈ വുമൺസ് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു നഗരം മൊത്തമാണ്. ഈ ഒരു പ്രദേശം എല്ലാം കൂടി ചേർന്നതാണ്. ഈ സ്വർണ്ണത്തിലെ പല മോഡലുകളും നമ്മൾ ഫസ്റ്റ് ആയിരിക്കും കാണുന്നത്. കാരണം നാട്ടിൽ ഇത്രയും വലിയ സ്വർണ്ണമൊന്നും കാണില്ലല്ലോ. ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടകളിൽ 80% കടകളിലും മേക്കിംഗ് ചാർജോ ടാക്സോ ഒന്നുമില്ല. സ്വർണത്തിൻ്റെ വില എത്രയാണോ അത് കൂടെ സ്വർണ്ണം മേടിക്കും. സത്യം പറഞ്ഞാൽ അത് നമുക്കൊക്കെ പറ്റിയ മാർഗം കൂടിയാണ്. നാട്ടിലേക്ക് പൈസ അയക്കാതെ സ്വർണം വാങ്ങിച്ച് നാട്ടിൽ കൊണ്ട് വിറ്റാൽ നല്ല ലാഭം ഉണ്ടാക്കാം. പിന്നെ 2 പവനാണ് പുരുഷന്മാർക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്നാണ് എൻ്റെ അറിവ്. അതിൽ കൂടുതൽ കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷേ പിടിക്കപ്പെടുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. പെൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു 4 പവനാണോ, എനിക്ക് കൃത്യമായി അറിയില്ല. എങ്കിലും ഒരു ശരാശരി പ്രവാസി, അത്യാവശ്യം സാലറി ഉള്ള ഒരു പ്രവാസി നാട്ടിൽ പോകുമ്പോൾ സ്വർണം കൊണ്ടുപോകാറുണ്ട്. കാരണം സ്വർണം ഒരു നല്ലൊരു എന്താ പറയുക സേവിങ് ആണ്. അതുമല്ല ഇവിടെ ടാക്സ് ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ നാട്ടിൽ കൊണ്ട് വിറ്റാൽ തന്നെ ലാഭകരമാണ്. ഞാനും കൊണ്ടുപോയിട്ടുണ്ട്, വിറ്റിട്ടില്ല. ഇവിടെ പല കടകളിലും റോളക്സിൻ്റെ ചാത്ത വാങ്ങാൻ കിട്ടും. ഇത് 300 രൂപയുള്ളൂ. ഏകദേശം ഇത് തന്നെയാണ്. അത് പെട്ടെന്നൊന്നും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ
പല ആൾക്കാർ വാങ്ങാറുണ്ട്. 300 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു 7000 രൂപ. സാധാരണ ഈ റോളക്സിൻ്റെ വാച്ച് 5 ലക്ഷമാണല്ലോ. ഈ ഗോൾഡ് ഗ്രൂപ്പിൽ ഒരുപാട് സ്വർണ്ണക്കടകളുണ്ട്. അതിൽ ഒരു 70% കടകൾ മാത്രമേ ഞാൻ കവർ ചെയ്തുള്ളൂ. കാരണം അത് ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ 2 എപ്പിസോഡെങ്കിലും വേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ അകത്തും ഇതിൻ്റെ വെളിയുമായിട്ടുമാണ് നമുക്ക് കാണുമ്പോൾ അത്ഭുതകരമെന്ന് തോന്നിക്കുന്ന സ്വർണ്ണങ്ങളുള്ളത്. സ്വർണ്ണങ്ങളായാലും രക്തങ്ങളായാലും എല്ലാം. പിന്നെ കടയുടെ ഉള്ളിലൊന്നും കയറി ഞാൻ റിക്കാർഡ് ചെയ്തില്ല. ഇത് ചോദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കായിരിക്കും. ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നും. അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല. ഇതൊക്കെ പലതും ഡയമണ്ടിൻ്റെ ആഭരണങ്ങളാണ്. ഇത് ലക്ഷറി വാച്ച്. ഇനി ഇപ്പോൾ ഏകദേശം സമയം 5 മണി ആയതുള്ളൂ. അതുകൊണ്ടാണ് അധികം തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ ഒരു ഈവനിങ് ആവുമ്പോൾ നല്ല തിരക്കാണ്. ഇതൊക്കെ റോളക്സ് വാച്ചിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, അവർ ഡയമണ്ട് സർട്ടിഫിക്കറ്റ് അതൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വാങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടി വരും. നമുക്ക് കാണാം, അത്ര തന്നെ. ഇതൊക്കെ ഫുൾ ഡയമണ്ട് കൊണ്ട് മൂടപ്പെട്ട വാച്ചാൾ. ഡയമണ്ട് നെക്ലസ്. ഈ നെക്ലസിൻ്റെ മോഡൽ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഞാൻ ഇതിങ്ങനെ കണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നല്ല ഗോൾഡ് റോളക്സിൻ്റെ വാച്ചാണ്. നല്ല കാശ് വരും. ഇത് മുത്തുമാലയാണെങ്കിലും നാട്ടിലെ പോലെ 20-30 രൂപയ്ക്കൊന്നും കിട്ടില്ല. ഇത് മറ്റേത് വൈറ്റ് ഗോൾഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതൊക്കെ കണ്ടാൽ നമ്മൾ കുറച്ച് നേരം നിൽക്കും. ഇതിന് പേരൊന്നും അറിയില്ല, എങ്കിലും മറ്റേ കയ്യിലിടുന്ന ഒരു സ്വർണം, മറ്റേ പഴയ രാജാക്കന്മാരുടെ സ്വർണം, മുതലയുടെ രൂപത്തിലുണ്ടാക്കിയ മാല, വള, മോതിരം, അങ്ങനെ പല ഐറ്റംസ് നമുക്കിവിടെ കാണാം. സ്വർണത്തിൻ്റെ കിരീടം, മാസ്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണ നൂല് കൊണ്ടുണ്ടാക്കിയ തുണി, പട്ട്, അതാണത്. മാസ്ക്, തലയിലെ കിരീടം, വേണ്ട സ്വർണ്ണമയം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇതൊന്നും കാണാൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിനെ പോലെ 2 ഷട്ടറൊന്നും കടയ്ക്കില്ല. കടയിൽ ഇത്രയും സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒരു ഷട്ടറൊക്കെ ഉള്ളൂ. കാരണം ഇതുവരെ ഇവിടെ അങ്ങനെ ഒരു റോബറി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവം ദുബായിയുടെ സേഫ്റ്റിയാണ്, ദുബായ് പോലീസിൻ്റെ ഒരു വിലയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ റോബറികൾ അധികം നടക്കാറില്ല. സ്വർണത്തോട് അമിത ആഗ്രഹമുള്ള ഭാര്യമാരാണ് നിങ്ങൾക്കുള്ളെങ്കിൽ കൊണ്ടുവരാതിരിക്കുക. നിങ്ങളുടെ കാശ് എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ല. ഇതൊരു സ്വർണത്തിന് ലോകമോ? സ്വർണത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഇവിടെ വന്നാൽ നമുക്ക് അന്തം വിട്ടു. സ്വർണത്തിൻ്റെ ഷൂ വരെ ഉണ്ട്. സ്വർണ്ണ ബിസ്ക്കറ്റും സ്വർണ്ണ നാണയവുമൊക്കെയാണ്. പിന്നെ സ്വർണത്തിലെ കുരിശ്, ഒരു കടയ്ക്കകത്ത് ഞാൻ ചുമ്മാ കയറിയതാണ്. കടയ്ക്കകത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ
റിസ്ക് എടുത്തില്ല, അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ചില കടകളിലൊക്കെ മലയാളികളുണ്ട്, അവർ ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ലോക്കൽസിൻ്റെ കടകളിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഈ മാലയുടെ വിലയും അതിൻ്റെ മോഡലും അതൊന്നും പറയുന്ന വീഡിയോ അല്ലത്. ഇത് ഞാൻ കാണും പോലെ നിങ്ങൾക്കും കാണാം. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ട് പറയാൻ അറിയുള്ളൂ. ദുബായിൽ ടാക്സ് ഫ്രീ ആയതുകൊണ്ടും വേറെ ഒരു ടാക്സ് ഇല്ലാത്തത് കൊണ്ടും ഇവിടുത്തെ ആഭരണങ്ങൾ പലതും വിറ്റ് പോകാറുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ 80% സ്വർണവും കൊണ്ടാണ് തിരിച്ചു വന്നത്. പക്ഷെ എല്ലായിടവും നല്ല വൃത്തിയാണ് കേട്ടോ, വളരെ വൃത്തിയായിട്ടാണ് എല്ലായിടം നോക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ദുബായിലെ ഒരു പഴയ ബിൽഡിങ്ങുകളാണ്, ഒന്നും പുതിയതല്ല. ഇപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. എല്ലായിടത്തോളം പോകുന്ന ബോർഡ്. ഏകദേശം മിക്ക കടകളിലും 0 മേക്കിംഗ് ചാർജ് എന്ന് വച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ആഭരണങ്ങൾ അല്ലാതെയും കാണും. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു കടയിൽ ഏത് ആഭരണം എടുത്താലും ഒരു മേക്കിംഗ് ചാർജ് ഇല്ലാത്ത ഒരു കടയുണ്ട് ഇവിടെ. ലാസ്റ്റ് നമുക്ക് അതും കൂടെ കാണാം. അത് ഇതിൻ്റെ അകത്താണ്. ഇതാണ് കട, അത് അൻവർ ലക്ഷറി. ഇവിടെ നിന്ന് ഏത് സാധനം വാങ്ങിച്ചാലും പണിക്കൂലിയോ പണിക്കുറവോ GST ടാക്സോ ഒന്നുമില്ല, സ്വർണ്ണ വില മാത്രം. അതിനാൽ തന്നെ ഇവിടെ എപ്പോഴും തിരക്കാണ്. നമ്മളൊക്കെ സ്വർണം വാങ്ങണമെങ്കിലും ഇവിടെയാണ് കൂടുതൽ വരുന്നത്. ഇവിടെ ഏത് മാലയോ ഏത് വളയോ എന്തെടുത്താലും സ്വർണ്ണ വില മാത്രം മതി. നമുക്ക് നാട്ടിൽ കൊണ്ട് വിൽക്കാനാണെങ്കിൽ അത് വളരെ ലാഭമാണ്. അവിടെ സ്വർണ്ണ വില ഈ സ്ക്രീനിലുണ്ട്, 270 AED. അത് വെച്ച് കൂട്ടിയാൽ മതി, 1 ഗ്രാമിൻ്റെ വിലയാണത്. അത്ര മാത്രമേ ആകത്തുള്ളൂ ഏത് സ്വർണ്ണം വാങ്ങിച്ചാലും. പിന്നെ സ്വർണ്ണം വാങ്ങാൻ വരുമ്പോൾ കാശായിട്ട് കൊണ്ടുവരിക. കാർഡിന് അതിന് ചെറിയൊരു ഫീസുണ്ട്. നമ്മുടെ ഗോൾഡ് സൂക്കിൻ്റെ സ്വർണത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. ഇനി ഗോൾഡ് സൂക്കിൻ്റെ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കുങ്കുമപ്പൂകളുടെയും കഥ, അത് അടുത്ത വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.